ഹലോ ഹലോ നിന്നേ. എന്താ നിങ്ങളുടെ ആരെയും വേസ്റ്റ് ഇവിടെ കൊണ്ട് ഇടാൻ പറഞ്ഞേ? ഇതാരെ വേസ്റ്റ് ഇവിടെ ഇടാൻ പറഞ്ഞേ? ഇതെന്ത് ശരിയാണോ? അത് ചോദിക്കാ നിങ്ങളാരാ? ഞാൻ ആരാന്നാ? ഞാൻ പഞ്ചായത്തിന്റെ ആളാണ്. ഈ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിഴ ഉണ്ടാവും അറിയാൻ പാടില്ലേ? പത്രത്തിലൊക്കെ വായിച്ചില്ലേ? ഈ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ 15,000 രൂപ പിഴയാണ്, അറിയാമോ? അയ്യോ ചേട്ടാ, എനിക്ക് അറിയില്ലായിരുന്നു ചേട്ടാ, ഞാൻ ആദ്യമായിട്ടാണ് ഇടുന്നത് ചേട്ടാ. അതൊന്നും പറഞ്ഞാൽ പറ്റൊന്നുമില്ല. വേസ്റ്റ് ഇവിടെ നിന്ന് എടുത്തോണം വേണം, 15,000 പിഴ അടക്കണം. ഞാൻ നോക്കി നടക്കാറുണ്ട് ആളെ പിടിക്കാൻ വേണ്ടിയിട്ട്. സാറേ, ഞാൻ വേസ്റ്റ് അവിടെ നിന്ന് എടുത്തോളാം സാറേ. എന്റെ കയ്യിൽ ക്യാഷ് ഇല്ല സാറേ, പിഴ അടിപ്പിക്കില്ല സാറേ, ഞാൻ ഇങ്ങനെ ആവർത്തിക്കില്ല. ഇല്ല, അതൊന്നും നടക്കൊന്നുമില്ല കേട്ടാ. നടക്കൂല, ഒരു രക്ഷയില്ല. പോലീസിനെ വിളിക്കട്ടെ സാറേ. ഞാൻ കാലുപിടിക്കാം സാറേ. സാറേ, എന്നെ കെട്ടിയൊന്നും പണിയില്ല സാറേ, എങ്ങനെയെങ്കിലും എടുത്താ സാറേ, പ്ലീസ് സാറേ. ഇത് വല്ലാത്തൊരു കഷ്ടമായി പോയല്ല. ഒരു കഞ്ചി നിന്റെ വളം ഇങ്ങോട്ട് ഊരിത്താട്ട്. അത് ഞാൻ പണയം വെച്ചിട്ട് വിറ്റിട്ടോ പിഴ ചോളാം. എന്നാലും പിഴ അടക്കാതിരിക്കാൻ പറ്റുമൊന്നുമില്ല. എന്തായാലും അത് നടക്കണം. വള പിന്നെ ഒരു പ്രശ്നമുണ്ട് സാറേ. എന്ത് പ്രശ്നം? പിഴ അടക്കാനും പൈസയില്ല. വേസ്റ്റും ഇവിടെ കൊണ്ടുവന്ന് ഇടവും ചെയ്ത്. അപ്പൊ മര്യാദയ്ക്ക് വളം ഊരി തന്നോ? വളം മര്യാദയ്ക്ക് ഊരി തന്നു. ഞാൻ ഇപ്പൊ ഇങ്ങനെ പോലീസിനെയാണ് ഞാൻ നിന്നെ പിടിപ്പിക്കും സാറേ. പോലീസിനെ കൊണ്ട് പിടിപ്പിക്കില്ല സാറേ, ഞാൻ വള ഊരിത്തരാം സാറേ. ഒരു ആ മേലാൽ ഇവിടെ കൊണ്ട് വേസ്റ്റ് ഇടരുത്. ഊരിത്ത. പോ. സാറേ, ഞാൻ വേസ്റ്റ് എടുത്തോട്ടെ? വേസ്റ്റ് ഞാൻ അവിടെ കിടന്നോട്ടെ. ഈ സ്ഥലം കരിയാക്കാൻ നോക്ക്. ശരി, പോ. ഇനി മേലാല് ആവർത്തിക്കരുത്. ഞാൻ ചെയ്ത് ശരിയായില്ല, വേസ്റ്റ് അങ്ങോട്ട് എടുത്തേക്കാം. എന്തൊരു സങ്കടപ്പെട്ടു തന്നെ? എന്തുറ്റിയേ? കേക്ക, ഞാൻ ഈ വേസ്റ്റ് ഉണ്ടായി കളയാൻ പോയപ്പോ പഞ്ചായത്തിൽ നിന്ന് ആളൊന്ന് പിടിച്ചു കേക്ക. വേസ്റ്റ് കളയാൻ വേണ്ടി നിന്നെ പഞ്ചായത്ത് ആളൊന്ന് പിടിച്ചാ? എന്നിട്ട് 15,000 രൂപ പിഴ അടക്കണോന്ന് പറഞ്ഞു കേക്ക. എടി, വേസ്റ്റ് കളയാനിട്ടല്ലേടി ഞാൻ ഇവിടെ വേസ്റ്റ് പിന്നെ ഉണ്ടാക്കിയിട്ടേക്കണത്. നിനക്ക് വല്ല പ്രാന്തുണ്ടായാ ഇത് അവിടെ കൊണ്ടുപോയി കളയാനായിട്ട്? പറ്റിപ്പോയി കേക്ക. എടി, ഇപ്പൊ പറ്റിപ്പോയിന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടായില്ല. എന്നിട്ടിപ്പ എന്താ പറഞ്ഞ പുള്ളി? എന്നിട്ട് 15,000 രൂപ പിഴ അടപ്പിക്കുമെന്ന് പറഞ്ഞു കേക്ക, അല്ലെങ്കിൽ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് നീ എന്താ ചെയ്തേ? ഞാൻ എന്ത് ചെയ്യാനാണ് കേക്ക? എന്റെ കൈ കിടന്ന ഒരു വളയെടുത്ത് ഊരി കൊടുത്ത് കേക്ക. വള ഊരി കൊടുത്താ? എന്റെ പൊന്നി എടി, അത് മുക്കുകൊണ്ടല്ലേ? നിന്റെ അടുത്ത് ആരാ അത് ഊരി കൊടുക്കാൻ പറഞ്ഞേ? ഇനി എന്തൊക്കെ പുകിലുണ്ടാവുന്നു. പിന്നെ പോലീസുകാർ പിടിച്ചുകൊണ്ടായിട്ടാണ് ഈ കാക്ക വന്ന് ഇറക്കി കൊണ്ടുവരും. എടി, ഞാൻ ഇറക്കൂലേ നിന്നെ വന്ന്? പിന്നെ ഉണ്ടേന്ന്. എന്ത് കഷ്ടമാണോ പറ്റിപ്പോയി കാക്ക. ഇങ്ങനെ ഇനി പറ്റിപ്പോയിന്ന് പറഞ്ഞിട്ട് കാര്യം റംസി. മുക്കുകൊണ്ടോന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. എനിക്കറിയാം, ഞാൻ പറയാൻ തുടങ്ങിയത് ആ സാറ് സമ്മതിച്ചില്ല പറയാൻ. ഇനിയിപ്പോ പോലീസുകാർ ഇനി ഡയറക്റ്റ് ഇങ്ങടേക്ക് ഓരോന്നാണ്. പുള്ളി ഇപ്പൊ എന്ത് ചെയ്യുന്ന അറിയാൻ നീ കാര്യം ചെയ്യും. സമാധാനത്തോടെ വീട്ടിൽ പോയി നീ മേലാല് വേസ്റ്റ് അവിടെ കൊണ്ടുപോയിടരുത്. അല്ലാണ്ട് ഞാൻ വേസ്റ്റ് പിന്നെ കൂടെ ഉണ്ടാക്കിയിട്ടേ കണ്ടില്ലേ? ഞാൻ ചെയ്യരുത്. നീ പോ. ഇപ്പൊ എന്താ വന്നെന്ന് നീ വയറിനോർത്ത് വെച്ച് കാണാം കേട്ടാ. ഓ, നീ സങ്കടപ്പെടണ്ട. അന്നേരം ആലോചിക്കുക. പണ്ടാറും അയാളാ മുക്കുവണ്ണം വെച്ചുകൊണ്ട് എവിടെ പോയിന്നാവോ? എന്തേ? വേഗം വന്നേ. എന്തേടേ? കാക്ക, ഇന്നലെ ആന്റിന്ന് വള ഊരിക്കൊണ്ടുപോയത് ഈ പുള്ളിയാണ് കാക്ക. ദേ, ആ പുള്ളിനെ പോലീസ് പിടിച്ചെന്ന്. അയ്യോ, പിടികിട്ടാപ്പുള്ളിയായ കള്ളൻ മുക്കുവണ്ടം പണയം വെക്കാൻ ബാങ്കിൽ വന്നപ്പോൾ പോലീസ് പിടിയിൽ. കള്ളനാർന്നടി. സാറിലാണോ? ഞാനിന്നലെ ഒരു പോള് കണ്ണടിച്ചിട്ടില്ല. അതെന്താ? അപ്പൊ നീ ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ? ഇല്ലേ കാക്ക, കാക്കാനെ രാവിലെ പോലീസുകാർ വന്ന് പിടിച്ചോണ്ട് വന്നത് ഞാൻ സ്വപ്നം കണ്ടു കാക്ക. ഇവനൊരു കള്ളനായതുകൊണ്ട് നീ ഞാൻ രക്ഷപ്പെട്ടതാണ്. ഈ മേലെ അവിടെ കൊണ്ട് വേസ്റ്റ് ഇടരുത് കേട്ടാ. എന്തോ ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത്. വേസ്റ്റൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓണ മനുഷ്യന്മാർക്കും ജീവജാലങ്ങൾക്കൊക്കെ വളരെ ദോഷകരമാണ്. പിന്നെ നിങ്ങളത് മനസ്സിലാക്കുക കേട്ടാ. എന്തോ ഭാഗ്യത്തിന്. ഇപ്പൊ യഥാർത്ഥ സ്വർണ്ണമാണെങ്കിൽ പുള്ളി എടുത്തോണ്ട് പോണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ ബുക്ക് കൊണ്ടായത് എന്തോ നിന്റെയും എന്റെയും ഒക്കെ ഭാഗ്യം.
ചായ എടുത്ത് വെക്ക് വാ